بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لن يشاء ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم وبارك على رسولك نبيك نبي الأمي أما بعد പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ മദ്ഹ് അല്പം പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് എന്നെ തേടിയെത്തിയ ഒരു ആശയമാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ശൈലി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്നവർ, ചീത്ത വിളിക്കുന്നവർക്കുള്ള മറുപടിയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ആയിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലുള്ള ചില മനുഷ്യന്മാർ അവര് മുൻകഴിഞ്ഞു പോയ ഒരു തലമുറയുടെ അനന്തരാവകാശികളാണോ എന്ന് തോന്നിപ്പോവും പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കേട്ട. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. إذ أرسلنا إليهم اثنين, രണ്ട് അമ്പിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചോ. ഫകദ്ദബൂഹുമാ, അവരിരുവരെയും അവര് നിഷേധിച്ചപ്പോൾ ഫഅസ്സസ്നാ ബിസാലിസിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ഒരാളെ നിയോഗിച്ചോ. ഫഖാലു, എന്നിട്ട് അവരെല്ലാവരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിച്ച മുർസലുകളാണ് എന്ന് പറഞ്ഞു. അപ്പോഴോ ഖാലു, അവര് പറഞ്ഞു, മുശ്രിക്കീങ്ങൾ പറഞ്ഞു, മാ അൻതും, നിങ്ങളല്ലാതെ ഇല്ല, നിങ്ങൾ തീർച്ചയായും നിങ്ങളാണ് എന്നർത്ഥം. ഇല്ലാ ബശറും മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്, യാതൊരു പ്രത്യേകതകളും നിങ്ങൾക്കില്ലാതെ പറഞ്ഞതിന് ശേഷം അവർ ഒന്നുകൂടി പറഞ്ഞു, വമാ അൻസലർ റഹ്മാനു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ഒരു ഗ്രന്ഥവും ലഭിച്ചിട്ടില്ല, അള്ളാഹുവിൽ നിന്നൊരു സന്ദേശവും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങളങ്ങനെ അവകാശവാദം നടത്തുന്നത് അത് കളവാണ്, കള്ളവാദമാണ് നിങ്ങൾ പറയുന്നത് എന്ന് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളോട് പറഞ്ഞ ഒരു വിഷയമാണ്. അപ്പൊ അമ്പിയാക്കൾ കൊടുത്ത മറുപടി, ഖാലൂ, അവര് പറഞ്ഞു, റബ്ബുനാ യഅലമു, ഞങ്ങളെ രക്ഷിതാവിനറിയാം. അവരെല്ലാവരും പറഞ്ഞു, ഖാലൂ റബ്ബുനാ യഅലമു, ഞങ്ങളെ രക്ഷിതാവിനറിയാം. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിച്ച മുർസലുകൾ തന്നെയാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കലല്ലാതെ ഞങ്ങൾക്ക് ബാധ്യതയില്ല. തീർച്ചയായും ഞങ്ങൾക്ക് ബാധ്യത ഉള്ളത് ഈ പരിശുദ്ധ ദീൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ അനന്തരക്കാരായ ചിലരുണ്ട് കേരളത്തിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന അവരോട് പറയാനുള്ളത്, സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുകൂടെന്ന് മാത്രമല്ല, സാധാരണ ഒരു പ്രവാചകനാണെന്ന് പോലും പറയാൻ പാടില്ല. അസാധാരണ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന്.
അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടവരാണ് ആര്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓരോ മുഅ്മിനും സ്വന്തം ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടവരാണ് അല്ലാഹുവിന്റെ റസൂല്. അപ്പോ നമുക്ക് ഒരു സ്നേഹം, നമ്മുടെ വിഷയത്തിൽ നമുക്കൊരു സ്നേഹം നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ അതിൽ എങ്ങനെ സന്തോഷിക്കുന്നോ അതിലേറെ ഉപരി അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി ജനിച്ചതിന്റെ പേരിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാവർദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗൽ കൊടുക്കുന്നുണ്ട്. ഫൽതഫറഹു ഖുറൈശ് മുഹമ്മദിൻ മിൻഹും. ഖുറൈശിക്കാർ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. മുഹമ്മദിൻ മിൻഹും, മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഖുറൈശിക്കാരിൽ നിന്ന് വന്നതിന് വേണ്ടി. ഇത്ര കൃത്യാണ്. അപ്പൊ ഖുറൈശിക്കാർ മാത്രമല്ല സന്തോഷിക്കേണ്ടത്. എന്തേ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് അത്യാഗ്രഹമുള്ള, മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുന്നതിൽ വല്ലാതെ വിഷമം പ്രകടിപ്പിക്കുന്ന ഒരു റസൂല്, മുഅ്മിനീങ്ങളോട് അടങ്ങാത്ത സ്നേഹമുള്ള ഹരീസുൻ അലൈക്കും, മുഅ്മിനീങ്ങളോട് അത്യാഗ്രഹിയായ ഒരു റസൂല്. അപ്പം നമ്മളോട് അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒരു സാധാരണ മനുഷ്യന് വേണ്ടി തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു അസാധാരണ പ്രവാചകനായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? ആ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതിന് വേണ്ടിയാണ്. വയുസക്കീഹിം, നമ്മുടെ തസ്കിയത്ത് ചെയ്യാൻ വേണ്ടി, നമ്മളെ തസ്കിയത്ത് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ നിയോഗിച്ചത്. വയുഅല്ലിമുഹുൽ കിതാബ, നമുക്ക് പരിശുദ്ധ ഖുർആനിനെ, ആ മതഗ്രന്ഥത്തിനെ, പരിശുദ്ധ ഖുർആനിനെ പഠിപ്പിച്ചു തരാൻ അത് റസൂലുള്ള സഹാബത്ത് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അവരിൽ നിന്ന് തലമുറയായി നമ്മളിലേക്ക് ആ വിജ്ഞാനം എത്തി. അപ്പോ പറഞ്ഞുകൊണ്ടുവന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്നേഹിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ സ്നേഹിച്ചിട്ട് ആണ്. നമ്മെ സ്നേഹിച്ച റസൂലിന് നമുക്ക് തിരിച്ചൊരു സ്നേഹം കൊടുക്കണം. ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ എന്ന ആയത്ത് പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ളൊരു പ്രത്യേകത എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. യുസക്കീഹിം, നമ്മളെ തസ്കിയത്ത് ചെയ്യും. നമ്മളെ പാപങ്ങളൊക്കെ, പാപം ചെയ്യാനുള്ള മനസ്സ് തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ആ രൂപത്തിന് മനുഷ്യനെ തസ്കിയത്ത് ചെയ്യും. യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ. അങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതോടുകൂടെ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ആ സഹാബത്തിനെ പിൻപറ്റിയതായ, ആ റസൂലുള്ളാഹിനെ പിൻപറ്റിയതായ സഹാബ, ആ സഹാബത്തിനെ പിൻപറ്റി ഖിയാമത്ത് നാൾ വരെ വരുന്നവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ചതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹപ്രകടനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.